അപ്പോൾ എനിക്കൊപ്പം കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനുണ്ട്. ഞങ്ങൾ രാവിലെ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ് കൊല്ലം ബീച്ചിൽ വെച്ച്. അപ്പോൾ നമ്മളൊരു ചായ കഴിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സത്യത്തില് മുൻപ് ഒരു തെരഞ്ഞെടുപ്പിലും നടത്താത്ത നിലയിലുള്ള ക്യാമ്പയിനാണ്, തീവ്രമായ ക്യാമ്പയിനാണ്. അങ്ങനെ സാഹചര്യം എങ്ങനെയാ ഉരുത്തിരിഞ്ഞത്? സമയം കിട്ടി ഈ പ്രാവശ്യം. ഇഷ്ടംപോലെ സമയം. 14 ദിവസം കൊണ്ട് 7 നിയോജക മണ്ഡലങ്ങളിലെ മുഴുവൻ കടകമ്പോളം, മുഴുവനല്ല, പ്രധാനപ്പെട്ട കടകമ്പോളങ്ങൾ, കവലകൾ, ജംഗ്ഷനുകൾ, പ്രധാനപ്പെട്ട സ്ട്രീറ്റ്സ് മുഴുവൻ കവർ ചെയ്തു. കുറെ നടന്നു. ഏതാണ്ട് നല്ല ചൂടല്ലേ? അത് നല്ല ചൂട്, നന്നായിട്ട് മുഖം ഗ്ലാമറെ കുറിച്ച് കുറച്ച്. കാരണം രാവിലെ 8:30 ആരംഭിച്ചാൽ രാത്രി 9 മണി വരെയുള്ള നടത്തിയാണ്. വാഹനത്തിലല്ല, വാഹനത്തിൽ പോയി ജംഗ്ഷനിൽ ഇറങ്ങി അവിടുത്തെ മുഴുവൻ കടകമ്പോളങ്ങളും കയറി ഇറങ്ങി സൗഹൃദം പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് മുഖാമുഖം വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു പ്രക്രിയ 14 ദിവസം കൊണ്ട് 7 മണ്ഡലം 1ാം ഘട്ടം പൂർത്തീകരിച്ചു. ഇന്നലെ മുതൽ കലാലയങ്ങൾ, കോളേജ്, ക്യാമ്പസ് കേന്ദ്രീകരിച്ചുള്ള പ്രചരണം. ഇപ്പൊ പരീക്ഷ തുടങ്ങിയില്ല. 26-27 കൂടി പരീക്ഷകൾ ആരംഭിക്കും. എന്നാലും കോളേജ് ക്യാമ്പസ് വളരെ സജീവമാണ്, വളരെ ലൈവാണ്. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ ബീച്ചിൽ വെച്ചിട്ട് ഒരു ലുക്മാനെ പരിചയപ്പെട്ടു. തൊടിയിൽ ലുക്മാൻ LDFന്റെ ആളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു മുകേഷ് വൻ ഭൂരിപക്ഷം ചെയ്യാൻ പോകും. ഞാൻ പറഞ്ഞു UDF സ്ഥാനാർത്ഥിയെ കാണുമ്പോൾ ചോദിക്കാന്ന് പറഞ്ഞു. തൊടിയിൽ ലുക്മാൻ ഉൾപ്പെടെയുള്ള വിശ്വസിക്കുന്ന ചില ആളുകളോട് അങ്ങനത്തെ മറുപടി പറയും. അത് തൊടിയിൽ ലുക്മാൻ ഉള്ളിൽ നിന്ന് പറഞ്ഞതല്ല, നല്ലത്. തൊടിയിൽ നിൽക്കുന്നോണ്ട് തൊടിയിലായതുകൊണ്ട് പറയുന്നതാണ്. തൊടിയിലൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് നല്ല കുടുംബ സൗഹൃദമുണ്ട്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവരൊക്കെ, ഞാനത് പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് തീർച്ചയായും നല്ല അടുത്ത. എനിക്കൊന്ന് ഈ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കൊല്ലത്തെ വോട്ടർമാർക്ക് നിങ്ങളൊരു താല്പര്യമുണ്ടോ എന്ന് തന്നെയാണ് എന്റെയും ഒരു വിലയിരുത്തൽ. കാരണം ഞാൻ പാർലമെന്റ് അംഗമായാലും അല്ലെങ്കിലും ഏത് കക്ഷി, ഏത് മുന്നണി എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. ആരെന്നെ സമീപിച്ചാലും പാർട്ടി സെക്രട്ടറിയുടെ കത്തും വേണ്ട, ആരുടെയും ശുപാർശ വേണ്ട, പരിചയപ്പെടുത്തൽ വേണ്ട. എന്നെ കൊല്ലം നിയോജക മണ്ഡലത്തിലുള്ളവര് മാത്രമല്ല, നിയോജക മണ്ഡലത്തിന് പുറത്തുള്ള ധാരാളം പേർ, വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ PF പെൻഷനുമായി ബന്ധപ്പെട്ട് മറ്റ് പല സംഗതികളുമായി ബന്ധപ്പെട്ട്, നമ്മളതൊന്നും ഏത് കക്ഷി, ഏത് മുന്നണി, ഏത് ജാതി സമുദായമെന്ന് നോക്കാതെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പരമാവധി എന്ത് സഹായം നാടിന് ജനങ്ങൾക്ക് ചെയ്യാമോ അത് ചെയ്യാം. ഒരു ചായ പറയട്ടോ? തീർച്ചയായും. എനിക്കും നമ്മുടെ MP ഒരു ചായ. MP ഇത്തിരി കടുപ്പം കൂട്ടിക്കോളൂ. എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് കട്ടൻ ചായ മതി. പാല് കുടിക്കില്ല. പാല് പൂർണ്ണമായിട്ട് ഞാൻ ഒഴിവാക്കി. എനിക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട്. ലാക്ടോസ് ഇൻടോളറൻസ് പാലും പാലുൽപ്പന്നങ്ങളും ഈ അസിഡിറ്റിയും അതുപോലെ അസിഡിറ്റി അല്ല, വയറ്റിന് വയറിൻ്റെതായിട്ടൊരു ചെറിയ പ്രശ്നമുണ്ട്. അതാണ് എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം. നല്ല കലസനായ അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ, വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറങ്ങാൻ, പല ദിവസവും രാത്രി എനിക്ക് ഉറക്കമില്ലാത്തൊരവസ്ഥയുണ്ട്. ഈ പ്രമേന്ദ്രന് വേറെ കാര്യം ചോദിച്ചാലും മധുരം ഇട്ടുള്ളൂ കേട്ടോ, ഇത്തിരി കൂട്ടിയിട്ടുള്ളൂ, പ്രവർത്തിക്കാനുള്ളതാ. അപ്പൊ അതായത് ഈ മുകേഷ് ഇവിടെ LDF സ്ഥാനാർത്ഥിയായി വരുന്ന ആരും പ്രതീക്ഷയല്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ സിറ്റിംഗ് MLA ആണ്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ പ്രതീക്ഷ കാണത്തില്ല. നിങ്ങളെ എതിരാളികളോട് വലിയൊരു ആദരവ് കാണിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും മുകേഷ് LDF സ്ഥാനാർത്ഥിയായി വന്നു. ഫസ്റ്റിൽ മനസ്സിൽ തോന്നി എന്താ? മുകേഷ് വന്നപ്പോ മുകേഷ് ഒരു പ്രോപ്പർ കാൻഡിഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. വേറൊന്നും കൊണ്ടല്ല, എല്ലാ സൗഹൃദവും നിലനിർത്തിക്കൊണ്ട്, രാഷ്ട്രീയമായ എല്ലാ അഭിപ്രായ വ്യത്യാസവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിക്കുന്നത്, CPM-നെ പോലൊരു പാർട്ടി, ഇത്രയും നേതൃസമ്പന്നമായ ഒരു പാർട്ടി, സംഘടനാപരമായിട്ടുള്ള നല്ല അടിത്തറയും ബഹുജനാടിത്തറയും ഒക്കെ ഉള്ള, ഇന്ന് കേരളത്തിലുള്ള ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്ത് പരിശോധിച്ചാലും ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വേറൊരു പാർട്ടിയില്ല. ദാരിദ്ര്യം ലവലേശമില്ലാത്തൊരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ലോക്സഭയിലേക്ക് മത്സരിക്കാനും നിയമസഭയിലേക്ക് മത്സരിക്കാനും ഈ മുകേഷ് എന്നൊരു സെലിബ്രിറ്റി മാത്രമേ ഉള്ളൂ എന്നൊരു പ്രസക്തമായ ചോദ്യമാണ് എന്റെ മനസ്സിൽ തട്ടിയത്. അല്ല, അത് ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണല്ലോ. അതാണ്, അവിടെയാണ് ഞാൻ ചോദിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ കൊല്ലത്തടക്കം മധുരം കൂട്ടിയിട്ടോ ചേട്ടാ? കൊല്ലത്ത് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് കൊല്ലത്ത് ജയിച്ചൊരു സ്ഥാനാർത്ഥിയാണ്. ഒരു സെലിബ്രിറ്റി എന്ന് പറയുമ്പോഴും കൊല്ലം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ കൊല്ലം ജില്ലയിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം 2000 വോട്ടിന്റെ 1000 വോട്ട് മാറിയാൽ പരാജയം സംഭവിക്കും. എനിക്കറിയാം പരാജയത്തിന്റെ കാരണം
മറ്റു പലതാണ്. അപ്പോൾ 1000 വോട്ട് വ്യത്യാസം അല്ലെങ്കിൽ 2000 വോട്ടിന്റെ വ്യത്യാസത്തിൽ ഇവിടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള കാൻഡിഡേറ്റ്സ് 27,000, 30,000, 10,000 വോട്ടിന് ജയിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ജയിച്ച കാൻഡിഡേറ്റ് ആണോ വിന്നബിൾ കാൻഡിഡേറ്റ്? അപ്പം അവിടെയാണ് ഞാൻ പറയുന്നത്, ഇവരിപ്പോ ചെയ്യുന്ന ഒരു പ്രവൃത്തി രാഷ്ട്രീയമായി UDFനെ പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയേതര മത്സരമാക്കി ഈ മത്സരത്തെ മാറ്റുക എന്നുള്ളതാണ് CPMന്റെ ഒരു അടവ് നയം. അതൊരു സെലിബ്രിറ്റി എന്ന നിലയിൽ അതുപോലെ തന്നെ മറ്റു ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അവരുടെ ക്യാമ്പയിനിൽ അത് പ്രകടമാണ്. അപ്പൊ നമ്മളിത് തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഒരുപക്ഷെ കൊല്ലത്തെ ഒരുപാട് വോട്ടർമാരും ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ NK പ്രേമചന്ദ്രൻ എന്ന UDF സ്ഥാനാർത്ഥിക്ക് ഈ വോട്ടർമാരോട് വെച്ചുകൊള്ളുന്ന പ്രതീക്ഷ എന്താണ്, അല്ലെ അവരോട് എന്താ പറയാനുള്ളത്? ഞാൻ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പറയുന്നത്, ജനങ്ങളുടെ ക്ഷേമത്തിനും നാടിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി അർപ്പണബോധത്തോടുകൂടി 100% സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടി പ്രവർത്തിക്കുമെന്ന് തന്നെയാണ്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ, ജനകീയ പ്രശ്നങ്ങളിലെ ഇടപെടൽ, വികസന പ്രവർത്തനങ്ങൾ. ഇതെല്ലാം പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. അത് MP ആയി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഈവൻ അതർവൈസ് ഒരു പൊതുപ്രവർത്തകൻ ഒരു MP ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരുപാട് പ്രിവിലേജസ് കിട്ടും, ഒരുപാട് അവസരങ്ങൾ ലഭിക്കും. അത് നാടിന്റെ നന്മയ്ക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ളത് എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട്. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും നമ്മുടെ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ ഒരുപാട് വെല്ലുവിളികളെ നേരിടുമ്പോഴും നമ്മൾ പലരും ചോദിക്കാൻ, എന്തിനാ ഈ പാർലമെന്റും നിയമസഭയും? എനിക്ക് അനുഭവമുണ്ട്. നിയമസഭയിലും പാർലമെന്റിലും നമ്മളൊരു കാര്യം ഉന്നയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് അതെനിക്കറിയാം. PF പെൻഷനുമായി ബന്ധപ്പെട്ട് ഞാനൊരു സ്വകാര്യ പ്രമേയം അവതരിപ്പിച്ച് അതിന്മേലുള്ള മറുപടി കേന്ദ്ര ഗവൺമെന്റിന്റേതുണ്ടായി. തുടർ നടപടി 95 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട പെൻഷൻകാർക്കാണ് ഗുണമുണ്ട്. അത് കൊല്ലത്തെ അല്ല, UPയിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും എനിക്ക് സത്യത്തിൽ ദേശീയ തലത്തിൽ എനിക്കൊരു വലിയ അംഗീകാരം ലഭിച്ചത്, അത് സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും അംഗീകാരം ലഭിച്ചത് PF പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രൈവറ്റ് മെമ്പർ റെസൊല്യൂഷൻ പാർലമെന്റിൽ അവതരിപ്പിച്ച് 9 ദിവസം ചർച്ച ചെയ്തു. അതിന്മേൽ ചില തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു. തുടർ നടപടികൾ സ്വീകരിച്ചപ്പോൾ കിട്ടിയ സ്വീകാര്യത, അതല്ലേ ഒരു വ്യക്തി എന്ന നിലയിലുള്ള ഏറ്റവും വലിയ. താങ്കളുടെ ഒരു ലോക്സഭാംഗം എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെ താങ്കൾക്ക് വിശ്വാസമുണ്ട്, അല്ലേ? യെസ്, ഞാൻ പറയുന്നു, ഏറ്റവും വലിയ പ്ലസ് പോയിന്റായി ഞാൻ കാണുന്നത് ജനങ്ങൾ എലൈറ്റാണ്, ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. അവരിതെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കും. അത് പാർലമെന്റിലെ പെർഫോമൻസ് പ്രസംഗത്തിൽ മാത്രമല്ല, പ്രവൃത്തിയിലും. ആ പാർലമെന്റിൽ നടത്തിയ ഇടപെടലിന്റെ ഫലമായി ഉണ്ടാകുന്ന റിസൾട്ട്, ഇതും ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഇതെല്ലാം സൂക്ഷ്മമായി വിലയിരുത്തുന്ന ഒരു ഇലക്ടറേറ്റ് ആണ്, ഒരു സമ്മതിദായക സമൂഹമാണ് കേരളത്തിലുള്ളത്. അത് തന്നെയാണ് വിന്നബിൾ ഘടകങ്ങളിൽ നമ്പർ 1 ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു NK പ്രേമചന്ദ്രനാണ് നമുക്കൊപ്പം ചേർന്നത്. നമ്മൾ കട്ടൻ ചായ കുടിച്ചോണേ, മധുരം കൂട്ടിയിട്ട് ഇടിപ്പിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, UDF സ്ഥാനാർത്ഥിയായിരുന്നു NK പ്രേമചന്ദ്രൻ. സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഇപ്പോൾ വളരെ തിരക്ക് പിടിച്ച ഒരു പ്രവർത്തനത്തിൽ ഏതോ കോളേജിലേക്കൊക്കെ പോകുന്ന തിരക്കിലാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് വിട്ടുകളയാം. ഇനി നമ്മൾ വിട്ടുകളയത്തില്ല, ഇല്ല, നമ്മൾ ഇനിയും കാണും. കാര്യം കൊല്ലത്ത് ഇനിയും വരേണ്ടി വരുമല്ലോ, തീർച്ചയായിട്ടും കാണും. പിന്നെ നമ്മുടെ അരുൺരാജ് അതിശക്തൻ ഇവിടെ ഉണ്ട്, റിപ്പോർട്ടർ.